എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രൻ സച്ചിയോട് പറയണം, നീ ചെയ്ത എന്താണെന്ന് തെറ്റായിട്ടുള്ള കാര്യമാണ്. ദേ, ശ്രുതിയും നീയും ചേട്ടനും അനിയനും ഒക്കെയാണ്. പക്ഷെ ശ്രുതി അങ്ങനെയല്ല, ഈ വീട്ടിലേക്ക് വന്ന മരുമോളാണ്. അതുകൊണ്ട് നീ ചെയ്ത മോശമായിപ്പോയി. ഒരു കാരണവശാലും അവളുടെ കർണത്തടിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അവളോട് ക്ഷമ ചോദിക്കാൻ പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. ചന്ദ്രമതി പറഞ്ഞു, ഇവ ക്ഷമ ചോദിക്കാനോ? ഇവന്റെ ഒരു അങ്ങനെ ഒരു കാര്യം ഇവന്റെ നിഘണ്ടൂരില്ലല്ലോ എന്ന് പറയണം. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, നീ ഒന്നും മിണ്ടായിരിക്കും ചന്ദ്രേ. അതെ, അവൻ പറഞ്ഞോളും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ അനുസരിക്കുമെന്ന് പറയാണ്. അവന് ചെയ്ത് തെറ്റാൻ തോന്നുവാണെങ്കിൽ അവന് ക്ഷമ പറഞ്ഞോളൂ എന്ന് പറയാം. അവസാനം സച്ചിക്ക് മനസ്സിലായി താൻ ക്ഷമ പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന്. അച്ഛൻ ഇനിയിപ്പോ അതും വല്ലാത്ത വിഷമമെന്ന്. സച്ചി എഴുന്നേറ്റ് പറഞ്ഞു, അതെ സോറി, അറിയാതെ പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, അതെ എന്നോട് സോറി ഒന്നും പറയണ്ട. ഇനി എന്നെ മാത്രമല്ല, ഇനി വേറെ ആരുടെ നേർക്ക് കൈ നീട്ടി തല്ലല്ലേ. സുധീനെ ആണെങ്കിലും അതെ, എപ്പോ നോക്കിയാലും സുധീനെ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തല്ലാറുണ്ട്. അതിന്റെ കാര്യമൊന്നുമില്ല. സുധീരൻ തല്ലല്ലെന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, അതൊക്കെ ഇവൻ ഇപ്പൊ പറയും, പക്ഷെ കുറച്ച് കഴിയുമ്പത്തേനും അവൻ ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറന്നു പോകുമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ശ്രുതിയോട് ക്ഷമ പറഞ്ഞല്ലോ എന്ന് പറയാണ്. ചന്ദ്രമതി പറഞ്ഞു, പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. ഈ കുടുംബത്തിൽ കടന്ന് ഇനി ഒരു പ്രശ്നങ്ങൾ അലമ്പും വഴക്കൊന്നും ഉണ്ടാവരുത്. അച്ഛന്റെ സിറ്റുവേഷൻ അറിയാലോ, അത് അറിഞ്ഞു വേണം എല്ലാരും കൂടെ പെരുമാറാനായിട്ട്. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷേങ്കില് ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛന് ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയാം. അത് കേട്ടത് സച്ചിക്ക് അവിടെ ഇഷ്ടപ്പെടില്ല. അനാവശ്യമായിട്ട് വാക്ക് പറഞ്ഞുണ്ടല്ലോ, നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറയാണ്. രവീന്ദ്രൻ, നീ എന്തൊക്കെയാണ് സച്ചി പറയണെന്ന് ചോദിക്കാം. പിന്നെ പറഞ്ഞു കേട്ടില്ലേ, അവൻ കരുനാക്ക് വളച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതിയോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഇനിയിപ്പോ അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. അച്ഛന്റെ കണ്ടീഷൻ അറിയാലോ, ഇപ്പൊ സർജറി കഴിഞ്ഞും വന്നല്ലേ ഉള്ളൂ, ഇനി വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചാൽ, അല്ല സച്ചി, നിന്റെ കാർ എന്തിയെന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പോഴും ആ വാടാക്കാർ തന്നെ ഓടിച്ചോണ്ട് നടക്കുന്ന എന്തിനാന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛാ, അത് കുഴപ്പമൊന്നുമില്ല, വാടാക്കാറാണെങ്കിൽ എന്താ പൈസ കിട്ടിയാൽ പോരേന്ന് ചോദിക്കുക. എന്നാലും സ്വന്തം കാർ ഉണ്ടായിട്ട് ഇതുവരെയായിട്ട് അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാറായില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അത് ഉടനെ തന്നെ കൊണ്ടുവച്ചാന്നൊക്കെ പറഞ്ഞിരിക്കണം. അല്ല എന്റെ സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം. അതിനു വേണ്ടി 3-4 ലക്ഷം രൂപ സർജറിക്ക് വേണ്ടി ആയല്ലോ, അത് കൂടാതെ വേറെ എമൗണ്ട് ആയി, അതിനുള്ള തുക എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് ചോദിക്കാം. സച്ചിയോട് ചോദിച്ചപ്പോ സച്ചിക്ക് എന്തും മറുപടി പറയാൻ നടത്തില്ല. അതെ, അച്ഛൻ്റെ കാര്യം ചെയ്യാം, ഇപ്പം പോയി റെസ്റ്റ് എടുക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നോക്കണ്ട, അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്ത കാര്യമാണ്. ഇതെവിടെയുമ്പോ രവീന്ദ്രൻ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനും കൂടെ അറിയണമല്ലോ എങ്ങനെയാന്ന്. വേണ്ട അച്ഛാ, അച്ഛൻ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനും പറയാനൊന്നും പോണ്ട, പറഞ്ഞു കേട്ടല്ലോ, അച്ഛൻ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പറയാണ്. വേണ്ട, നീ എന്തോ കള്ളത്തരം പറയുന്നുണ്ട്, നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ചന്ദ്രൻ, എന്താ സംഭവിച്ചേ? അതിനു വേണ്ടിയുള്ള പണം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാം. അവസാനം ചന്ദ്രമതി പറഞ്ഞു, അത് പിന്നെ സച്ചിയുടെ കാറ് വിറ്റെന്ന് പറയാണ്. കാറ് വിറ്റോ? അതെ, ആ വർക്ക്ഷോപ്പിൽ നിന്ന് കാറ് എടുത്തുകൊണ്ട് വിറ്റെന്ന് പറയാണ്. സത്യമാണോ സച്ചി പറയണെന്ന് ചോദിക്കാം. അത് പിന്നെ അച്ഛാ, കാറ് നാളെ ആണെങ്കിലും വാങ്ങിക്കാലോ, പക്ഷെ എന്റെ കയ്ക്ക് അച്ഛന്റെ ജീവൻ കിട്ടുമോ? നാളെ ആണെങ്കിൽ അച്ഛന്റെ ജീവൻ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. കാറ് നാളെ ആണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പണം ഉണ്ടാകുന്ന സമയത്ത് മേടിക്കാം, അതൊന്നും കുഴപ്പമില്ല അച്ഛാന്ന് പറയാണ്. അതുകൊണ്ട് ഞാനതും കൂടെ വിറ്റെന്ന് പറയണം. എന്ത് പരിപാടിയാ സച്ചി നീ കാണിച്ചേ? നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു ആ കാറ്, നീ പൊന്നു പോലെ കൊണ്ടുവരുന്നല്ലേ, എന്നിട്ട് നിനക്ക് എങ്ങനെ വന്നതും വിൽക്കാനായിട്ട്? അച്ഛാ, എനിക്ക് ആ കാറിനേക്കാളും പ്രാധാന്യം അച്ഛന്റെ ജീവനാ. അച്ഛന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. അച്ഛൻ എനിക്ക് അത്ര പ്രിയപ്പെട്ട, ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും പ്രിയപ്പെട്ട എനിക്ക് അച്ഛന്റെ ജീവനാ. അത് അച്ഛൻ അറിയാൻ പാടില്ലേ? എനിക്ക് ആ കാറാണോ വലുതെന്ന് ചോദിക്കുകയാണ്. എന്നാലും വേണ്ടായിരുന്നു. അല്ല, ഇവിടെ ആധാരം ഉണ്ടായിരുന്നല്ലോ വീടിന്റെ, ആ ആധാരം കൊണ്ടേ പണയം വെച്ചാലും മതിയായിരുന്നല്ലോ എന്ന് പറയണം. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന പേരെന്ന് ചന്ദ്രമതി പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് അവളുണ്ടല്ലോ, അവൾ എടുത്തോണ്ട് പോയെന്ന് ശ്രുതി പറയാണ്. ആര്, രേവതിയോ? അതെ, രേവതി തന്നെ, അത് അവൾ എടുത്തോണ്ട് പോയെന്ന് പറയാം. ഇനിയിപ്പോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയാം. ഇത് കേട്ട രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് രേവതി എടുത്തോണ്ട് പോകാനായിട്ടോ? രേവതി ഒന്നും കൊണ്ടുപോയിട്ടില്ലെന്ന് പറയാം. അച്ഛാ, അച്ഛനല്ലേ അന്ന് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തേ, അവളുടെ അലമാരിക്കകത്ത് ഞാൻ ഒന്ന് അരിച്ചു പെറുക്കി തപ്പി, പക്ഷെ അത് കിട്ടിയില്ല എന്ന് പറയണം. സച്ചി, നിങ്ങളെല്ലാം രേവതിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. ആ പത്രം ഉണ്ടല്ലോ, അത് എന്റെ അലമാരിക്കകത്ത് ഇരിപ്പുണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ രേവതി എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഒന്നെങ്കിൽ ഇത് അമ്മയുടെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ അച്ഛൻ സൂക്ഷിച്ചോളാൻ പറഞ്ഞ് കൊണ്ടേ തന്നു. എൻ്റെ കയ്യിൽ വേണ്ട, അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് കൊണ്ടേ തന്നായിരുന്നു. ഞാനത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളാരും പോയി നോക്കാൻ പറയണം.
അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോയി നോക്കാന്ന് പറഞ്ഞ് രവീന്ദ്രൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു വേണ്ട അച്ഛൻ അവിടെ ഇരിക്കാൻ പറയാണ്. പിന്നീട് സച്ചി തന്റെ കയ്യിലിരിക്കുന്ന മെഡിസിൻ എല്ലാം കൂടെ സുധിയുടെ ലേക്കോട് കൊടുത്തിട്ട് പറഞ്ഞു എടാ ഇത് നോക്ക് ഇതിനകത്ത് ഏത് മെഡിസിൻ അച്ഛന് കൊടുക്കാനുള്ള ഏതൊക്കെയോ മെഡിസിൻ കൊടുക്കാറുണ്ടെന്ന് പറയാണ്. ശ്രുതി നോക്കിയിട്ട് ശ്രുതിക്കൊന്നും മനസ്സിലായില്ല. ശ്രുതി മേടിച്ച് പോയിട്ട് നോക്കുവാണ്. ശ്രുതിയോട് സച്ചി പറഞ്ഞു നീ കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം, അച്ഛനൊരു മെഡിസിൻ എടുത്ത് കൊടുക്കാൻ പോലും നിനക്ക് അറിയത്തില്ല എന്ന് ചോദിക്കുക. പിന്നീട് ശ്രുതി നോക്കിയിട്ട് വൈകുന്നേരം കഴിക്കേണ്ട മെഡിസിൻ എടുത്ത് കൊടുക്കുവാണ്. ചന്ദ്രമതി പറഞ്ഞു മോള് കുറച്ച് വെള്ളം കൂടെ എടുത്തിട്ടുണ്ടെൻ പറയാം. അങ്ങനെ ശ്രുതി പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. രവീന്ദ്രനോട് അച്ഛനീ മെഡിസിൻ കഴിക്കാൻ പറയണം. രവീന്ദ്രൻ നോക്കി എന്നിട്ട് പറഞ്ഞു മെഡിസിൻ കഴിക്കണമെങ്കിലേ ആദ്യം രേവതി എന്തിയെന്ന് പറ എന്ന് പറയാണ്. സച്ചി പറഞ്ഞു അത് പിന്നെ അവളുടെ വീട്ടിലാണെന്ന് പറയാണ്. രേവതി അവളുടെ വീട്ടിലാണ് നിൽക്കണ്ടേ, ഈ വീട്ടിലല്ലേ നിൽക്കേണ്ടെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അച്ഛാ കൂടെ ഇരുന്ന് പറയണ്ട, രേവതി വരട്ടെ, രേവതി വന്നതിന് ശേഷം ഞാൻ മരുന്ന് കഴിക്കാന്ന് പറയാം. അച്ഛൻ എന്താ ഈ കുഞ്ഞു പിള്ളേരെ പോലെ ഇങ്ങനെ വാശി പിടിക്കണേ, അച്ഛാ ഞാൻ പറയുന്ന അനുസരിക്കുക, ഈ മെഡിസിൻ കഴിച്ചാൽ ആകെ പ്രശ്നമാണെന്ന് പറയാം. ചന്ദ്രമതി പറഞ്ഞു കഴിക്ക് രവിയേട്ടാ, രവിയേട്ടൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ. അതെ ഞാൻ മെഡിസിൻ കഴിക്കണ അവള് വരണ രേവതി പറഞ്ഞെന്ന് പറയാം. ഇതേ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കാം. എന്നാൽ ഫുഡ് കഴിച്ചിട്ട് മെഡിസിൻ കഴിച്ചാമെന്ന് പറയാം. വേണ്ട ഫുഡും വേണ്ട, ഫുഡ് കഴിക്കണമെങ്കിൽ രേവതി പറഞ്ഞെന്ന് പറയാം. പെട്ടു സച്ചിയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സച്ചി പറഞ്ഞു അച്ഛൻ ആരോടെ വാശി പിടിക്കണേ, വാശിയല്ല എനിക്ക് അവളെക്കുറിച്ച് അറിയാമെന്ന് പറയണം. പിന്നെ അവളെക്കുറിച്ച് അറിയാൻ പോലും അവൾക്ക് ഇത്തിരി പോലും സ്നേഹമില്ല, സ്നേഹം ഉണ്ടായിരുന്നു ഇങ്ങനെ കാണിക്കുമായിരുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കാം. ആര് പറഞ്ഞു അവൾക്ക് സ്നേഹമില്ലാന്ന്, അവൾ എന്നെ കാണാൻ വന്നായിരുന്നു പറയണം. ഇത് കേട്ടോ ശ്രുതി പറഞ്ഞു കാണാൻ വന്നായിരുന്നു, കാണാൻ വന്നു കഴിഞ്ഞപ്പോ അവളെ ആട്ടി ഓടിച്ചായിരുന്നു പറയാണ്. സച്ചി പറഞ്ഞു അത് ശരിയാ, അവളവിടെ വന്നിട്ട് അവിടെ കാല് തല്ലി പിടിക്കുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളൊക്കെ രേവതിയെക്കുറിച്ച് എന്താ ഓർത്തോണ്ടിരിക്കണേ, അവള് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ കയ്യെ കെട്ടി ചരട് കാണിച്ചു കൊടുക്കണം, ഈ ചരടുണ്ടല്ലോ അവള് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്ക് കിട്ടിയതാ, നിങ്ങൾ ആരും കാണാതെ അവള് ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് കെട്ടിത്തന്ന. പെട്ടെന്ന് സച്ചി വെച്ചു അല്ല ഇത് അശോകനങ്ങൾ കൊണ്ടേ കെട്ടിത്തന്നല്ലേ നിൽക്കും. എവിടുന്ന്, അശോകനൊന്നും അല്ല, ഇത് കെട്ടിത്തന്ന രേവതിയാന്ന് പറയാണ്. പിന്നെ അശോകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പാവം നല്ല വിഷമമായിപ്പോയി, എനിക്ക് വേണ്ടിയിട്ട് എവിടെയോ ഒരു സമനിയുടെ അടുത്ത് പോയിട്ട് പൂച്ചോണ്ട് വന്ന ചരടായത് എന്റെ കയ്യെ കെട്ടിത്തന്നാന്ന് പറയണം. എനിക്കൊരു ആപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെയുള്ള രേവതിനെയാണ് നിങ്ങൾ കുറ്റം പറയണമെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ അച്ഛാ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല, എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദേ അവൾ ഇവിടെ വരണം, അവളിവിടെ വന്നാലേ ഒരു ഐശ്വര്യം ഉണ്ടാവെന്ന് പറയാം. ഇതിനിടയിൽ ചന്ദ്രമതി പറഞ്ഞു പിന്നെ അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു ആര് പറഞ്ഞു അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രം, അവൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം ഐശ്വര്യം ഉണ്ടായിട്ടുള്ളൂ, അവള് ഈ വീട്ടിൽ നിന്ന് എന്നിറങ്ങിയോ അതിന് ശേഷമാണ് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ചന്ദ്രമതി പറഞ്ഞു പിന്നെ അത് പറഞ്ഞാൽ മതി, അവിടെ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഐശ്വര്യക്കേട് തുടങ്ങിയതാന്ന് പറയാം. പക്ഷെ രവീന്ദ്രൻ അങ്ങനെ വിട്ടുകൊടുത്തില്ല. രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ മെഡിസിനെ കഴിക്കണമെങ്കിൽ രേവതി വരണമെന്ന് പറയാം. അവസാനം ശ്രുതി പറഞ്ഞു ഇതേ മെഡിസിൻ കഴിച്ചില്ല പ്രശ്നമോടെ സച്ചി എന്ന് പറയണം. വേറെ നിവൃത്തിയില്ല, ഇനിയിപ്പം മെഡിസിൻ കഴിക്കാതിരുന്ന വീണ്ടും അറ്റാക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ സച്ചി പോകാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ചന്ദ്രമതി പറഞ്ഞു വേഗം പോയി വിളിച്ചുകൊണ്ട് വരാൻ പറയാം, വേറെ നിവൃത്തിയില്ല. അങ്ങനെ അങ്ങോട്ട് സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേന് രവീന്ദ്രനോട് ചന്ദ്ര പറഞ്ഞു അതെ ഇനിയെങ്കിലും മരുന്ന് കഴിക്കാൻ പറയണം. വേണ്ട രേവതി വരട്ടെ, കൂട്ടിക്കൊണ്ട് വരാൻ പോയിട്ടുണ്ടല്ലോ എന്ന് പറയാം. വന്നിട്ട് ഞാൻ കഴിച്ചോളാന്ന് രവീന്ദ്രൻ ഒറ്റ പിടിവാശിയെ നിൽക്കുവാണ്. ആ സമയം ലക്ഷ്മിയമ്മ രേവതിയോട് ചോദിച്ചു അല്ല നീ വീട്ടിൽ പോണില്ലേന്ന് ചോദിക്കാം. അമ്മ ഞാൻ എങ്ങനെ പോകുന്നേ, 2 തവണ ചെന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇറക്കി വിട്ടാലേന്ന് ചോദിക്കാം. എന്നും പറഞ്ഞോണ്ട് ഇവിടെ തന്നെ കൂടാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കാം. അതമ്മ ഞാൻ പിന്നെ അമ്മയ്ക്ക് അറിയാലോ ഇനി എങ്കിലും നാണം കിട്ടിയതല്ലേ, ദേ നിന്നെ കല്യാണം കഴിപ്പിച്ച വീടാത് അറിയാലോ, നീ ചെയ്ത തെറ്റ്, ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന പറയണേ, അപ്പൊ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ അമ്മ, ഞാനൊരു ഉത്തരവാദി അല്ലല്ലോ. അങ്ങനെ ആ സമയത്ത് അങ്ങ് സംഭവിച്ചു പോയി, ഒരു സൈൻ ചെയ്ത് കൊടുത്തു, അതവരുടെ കല്യാണത്തിന് ശേഷമല്ലേ, എന്തൊക്കെയാണ് ശരി, എല്ലാവരുടെയും കണ്ണില് നീ തെറ്റുകാരിയാ. സച്ചി എത്രമാത്രം അവന്റെ അച്ഛനെ സ്നേഹിക്കുന്നെന്ന് അറിയാലോ, അതുകൊണ്ട് നീ പോണം, നീ എല്ലാ കാലത്തും ഇവിടെ നിൽക്കാനാണോ ഭാവം, അതെന്താ അമ്മയ്ക്ക് വിഷമമാണോ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, വിഷമമായിട്ടല്ല മോളെ, സച്ചിയേട്ടൻ വരട്ടെ, സച്ചിയേട്ടൻ വന്നെന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പോകത്തുള്ളൂ പറയാം. ശരത്ത് പറഞ്ഞു അങ്ങനെയാണ് ചേച്ചിയുടെ മൂക്കി പല്ലി എടുക്കും, സച്ചിയേട്ടന്റെ സ്വഭാവം അറിയാലോ, ഒരിക്കലും വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന എനിക്ക് തോന്നില്ല, ഭയങ്കര പിടിവാശിക്കാരനാന്ന് പറയണം. ഇത് കേട്ടൻ ദേവു പറഞ്ഞു വേണമെങ്കിൽ ഞാൻ പോയി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, ഞാൻ മാപ്പ് പറയാം, ഞാൻ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ചേച്ചിനെ അവിടെ കൊണ്ടുവിടാന്ന് പറയണം. വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല, ആരും എനിക്ക് വേണ്ടി വലിയ ത്യാഗങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ട, ഞാൻ പോകാൻ പോകുന്നില്ലെന്ന് പറയണേ. ഇനി അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് പറ, ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയൻ പറഞ്ഞു ബുദ്ധിമുട്ടായിട്ടല്ല മോളെ, എത്ര കാലം എന്ന് വെച്ചാൽ നീ ഇവിടെ നിൽക്കുന്നേ, കുറച്ച് പിടിവാശിയൊക്കെ നമ്മൾ കളയണം, പിടിവാശിയും കൂടി പോയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ലെന്ന് പറയണം. അത് അമ്മ എന്ത് പറഞ്ഞാലും ശരി ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. ആഹാ ഇതേ സച്ചിയേട്ടൻ വന്നല്ലോ എന്ന് ശരത്ത് പറയണം.
പെട്ടെന്ന് ബാക്കിയെല്ലാം ചാടി ഇട്ടു. രേവതി മാത്രം അവിടെ ഇരിക്കുവാണ്. രേവതിക്ക് കട്ടക്കലിപ്പ. പിന്നീട് സച്ചിനെ കണ്ടതും ലക്ഷ്മിയമ്മ ഓടിച്ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ, അച്ഛൻ എങ്ങനെയുണ്ട്, സുഖമുണ്ടോന്ന് ചോദിക്കാം. ഇപ്പൊ കുഴപ്പമില്ല, വീട്ടിൽ വന്നു പറയണം. ഓ, എന്തുമാത്രം പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തി എത്രയും പെടുന്ന രവിയേട്ടന് സുഖമാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴൊരു സമാധാനമായെന്ന് പറയാം. ചിലപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ബലമായിരിക്കും ലക്ഷ്മിയമ്മ പറയണം. ബാമോനെ ഇരിക്കുക എന്ന് പറയണം. ഏയ് വേണ്ട വേണ്ട, എനിക്ക് പോകാൻ ധൃതിയുണ്ട്, എനിക്കിപ്പൊ തന്നെ ഇറങ്ങണം, പോയേക്കും എന്ന് പറയണം. അത് കേട്ടിട്ട് രേവതി അനങ്ങില്ല. രേവതി അവിടെ തന്നെ ഇരിക്കണം. പറഞ്ഞു കേട്ടില്ലേ പോണോന്ന്. ഇത് കേട്ടപ്പോ രേവതി ഇങ്ങനെ നോക്കുവാണ്. നിന്നോട് തന്നെ പറഞ്ഞേ പെട്ടെന്ന് റെഡിയായി വരാനായിട്ട്. ഇത് കേട്ട ലക്ഷ്മിയെ പറഞ്ഞു, മോളെ നിന്നെ വിളിച്ചു കേട്ടില്ലേ ചെല്ലാനായിട്ട്. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, എന്തിനു ഞാൻ പറഞ്ഞം? 2 പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്നെ നാണം കെടുത്തി വിട്ടല്ലേ, പിന്നെ ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? ഇനി ഞാൻ അങ്ങോട്ട് വരണം പോലും ഇല്ലേ? അതെ, 1 തവണയല്ല 2 തവണ എന്നോട് അവിടുന്ന് ആട്ടി ഇറക്കിയതല്ലേ, പിന്നെ ഇപ്പോഴെന്താ പെട്ടെന്നൊരു സ്നേഹം എന്നോട്? ഓ, ഇപ്പൊ സ്നേഹം കൂട്ടി വിളിച്ചോണ്ടാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അതെ, നിന്റെ പ്രസംഗം കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല, പെട്ടെന്ന് എനിക്ക് ചെല്ലണമെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണ് നിങ്ങൾ തന്നെ അങ്ങോട്ട് പൊക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറയണം. ലക്ഷ്മി പറഞ്ഞു, നീ എന്തൊക്കെയാ മോളെ പറയണേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോവാൻ നോക്ക്. സച്ചി വന്ന് വിളിച്ചു കേട്ടില്ലേ? ദേവ് പറഞ്ഞു, ചേച്ചി എഴുന്നേറ്റ് പോവാൻ നോക്കാൻ പറയണം. ഇല്ല, ഞാൻ പോകത്തില്ല. അങ്ങനെ വന്ന് തോന്നുമ്പോ ഇറക്കി വിടാനും തോന്നുമ്പോ വിളിച്ചോണ്ട് പോകാനും ഞാനും തന്നെ വല്ല പാവയൊന്നും അല്ലല്ലോ. എനിക്കുണ്ട് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാണ്. എന്റെ മനസ്സിന് എനിക്ക് സന്തോഷം വരണ്ടേ, തോന്നുമ്പോ അങ്ങോട്ട് ഇറക്കി വിടുകയും ചെയ്യും. അതെ, നീ ചെയ്ത തെറ്റിനാ നിന്നെ ഇറക്കി വിട്ടെ. നിനക്ക് വരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് അതേ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് നിന്നോട് സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല നിന്നെ ഞാൻ വിളിക്കാൻ വന്നേ, അച്ഛന് വേണ്ടിട്ട് മാത്രമാണെന്ന് പറയണേ. ലക്ഷ്മിയമ്മ ചോദിച്ചു, അയ്യോ രവിയേട്ടന് വേണ്ടി അന്തമ്മനെ അങ്ങനെ പറഞ്ഞേ? അച്ഛൻ ഇവള് വരാതെ മെഡിസിൻ പോലും കഴിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുക, അതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു പറയണം. അത് കേട്ടൻ രേവതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. ലക്ഷ്മിയമ്മ വന്നിട്ട് അവളുടെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് എഴുന്നേറ്റ് പോവും. കേട്ടില്ലേ, സച്ചി പറഞ്ഞു കേട്ടില്ലേ? ദേ ഇപ്പൊ തന്നെ രവിയേട്ടൻ അറ്റാക്ക് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വന്നിരിക്കുന്ന, ഇനി നീ വാശി പിടിച്ചതിന്റെ കാര്യമുണ്ടോ? ദേവ് പറഞ്ഞു, ചെല്ല് ചേച്ചി എന്ന് പറയാണ്. അവസാനം രേവതി പറഞ്ഞു, ഞാൻ പോകാം, അച്ഛന് വേണ്ടിയിട്ട് മാത്രം പോകാം, കാരണം ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ അച്ഛൻ മെഡിസിൻ ഒന്നും കഴിച്ചില്ല എങ്ങനെ ശരിയാന്നേ, പോകാമെന്നും പറഞ്ഞോണ്ട് അങ്ങനെ രേവതി എഴുന്നേറ്റ് പോവാണ്. ഈ സമയം ചന്ദ്രമതി രവീന്ദ്രനോട് പറയാ, രവിയേട്ടാ ഇപ്പൊ തന്നെ അവര് വരും, കഴിക്കാൻ പറയണം, മെഡിസിന് കഴിക്കാൻ കൂട്ടാതിരിക്കുക, ഇങ്ങനെ വാശി പിടിച്ചിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് നിൽക്കും. അതൊന്നും സാരമില്ല, അവര് വരട്ടെ, വന്നിട്ട് ഞാൻ കഴിക്കണമെന്ന് ഒരേ വാശി നിൽക്കുക. അവസാനം പോയി കഴിയുമ്പോഴത്തേനും ചന്ദ്രമതി നോക്കി കഴിയുമ്പോൾ രേവതി ആ വാതൊക്കെ വന്ന് നിൽക്കുക. രവീന്ദ്രൻ, ആ മോള് വന്നോ? വരാൻ പറയാണ്. രേവതി അവിടെ തന്നെ നിൽക്കുക. ചന്ദ്രമതി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോ ആരുടെ ജീവൻ എടുക്കാണോ വരാന്, ഇനിയിപ്പോ ആരുടെ ജീവൻ എടുക്കാനാണോ വരുന്നത് പറയാൻ പറ്റില്ലെന്ന് പറയണം. രവീന്ദ്രൻ, നീ ഒന്നും മിണ്ടായിരിക്കാൻ പറയണം. പിന്നെ രേവതിയോട് നീ മോളെ അകത്തേക്ക് വരാൻ പറയണം. രേവതി സങ്കടത്തോടെ വന്ന് രവീന്ദ്രന്റെ കാലിലേക്ക് വീഴുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.